എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൺസംഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലേ, കൺസംഷൻ തിയറീസ് ഒക്കെ ഡിസ്കസ് ചെയ്തല്ലേ, ക്ലാസ്സൊക്കെ കണ്ടു മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക്, കൺസംഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസംഷനിൽ നമ്മൾ തിയറീസ് ഒക്കെ പറഞ്ഞല്ലോ, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്, പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അതിൻ്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്, നിക്ഷേപത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമ്മളെന്ത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടത്തണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ നിങ്ങളൊരു വീട് വയ്ക്കുന്നു, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു ബിസിനസ് ആരംഭിക്കുന്നു, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ അഡിഷൻ ടു എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, അതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അഡിഷൻ ടു എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, നിലവിലുള്ള സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിനോടൊപ്പമുള്ള അഡിഷനെ പറയുന്ന പേരാണ്, കൂട്ടിച്ചേർക്കലുകൾക്ക് പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതർവൈസ് കാൾഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്ത് പറയും, ക്യാപിറ്റൽ ഫോർമേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ. നോക്കി, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെൻഡിങ് ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് നമ്മൾ കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പാണ് പഠിച്ചത്, ഓർമ്മയുണ്ടല്ലോ. ഇവിടെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്ങും ആരൊക്കെ തമ്മിൽ, ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്നൊക്കെ പറയും. ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെ സിംബോളിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആർ. ഐ എന്താണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഐ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ എന്ത് റിലേഷനാണ്? നമ്മൾ കൺസംഷൻ പഠിച്ചു, വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ് അല്ലേ, അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ ഇവിടെ നോക്കി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. എന്ത് ബന്ധമാണ്, വിപരീത ബന്ധമാണ് അല്ലേ, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് ഇൻവെസ്റ്റ്മെന്റ് ഡിക്രീസസ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ, കാര്യം നമ്മൾ ബോറോ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളൊരു വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നു, അപ്പോൾ അവിടെ നമ്മൾ എന്ത് നോക്കണം, ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം. കാരണം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരുന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ദാറ്റ് ഈസ് വൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഈസ് ടിപ്പിക്കലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. കാരണം എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ എന്ത് റിലേഷൻ ആണുള്ളത്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. ദാറ്റ് ഈസ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ഡിക്രീസസ്, വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ്. അതുകൊണ്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. വിവിധ തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതിലാദ്യം നമ്മൾ പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. വൺ ടൈപ്പാണ് ഏത്, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രേരിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. രണ്ട് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓട്ടോണമസ് കൺസംഷൻ ഓർമ്മയുണ്ടല്ലോ, അതും ഇതും തമ്മിൽ ക്ലാഷ് വരരുത്. അപ്പോൾ ഇവിടെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ആദ്യം നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. എന്താണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ എന്താണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനാൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന, മീൻസ് വർദ്ധിപ്പിക്കപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻകം എന്ന് ഓർത്തായിരുന്നാലും മതി.
അതായത് ഇൻകത്താൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, കൂടുതൽ ഇൻകം ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുന്നു. ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ട് വരുന്ന ഇൻകമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സച്ച് ആസ് ഇൻക്രീസ് ഇൻ കൺസ്യൂമർ സ്പെൻഡിങ്, കൺസ്യൂമേഴ്സിൻ്റെ സ്പെൻഡിങ്, അതായത് കൺസംഷൻ സ്പെൻഡിങ് ഉണ്ടല്ലോ, നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു രാജ്യത്ത് കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് സാധനങ്ങൾ മേടിക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വഴി, ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, മറ്റെന്ത് ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ പിന്നെ അതുപോലെ വാഹനങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സ് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ കൺസംഷൻ സ്പെൻഡിങ് കൂടുകയാണ്. അപ്പോൾ ആ കൺസംഷൻ സ്പെൻഡിങ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോൾ അത് ആർക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്? പ്രൊഡ്യൂസേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. കാരണം ആ പ്രോഡക്റ്റുകൾ കൂടുതൽ എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഘടകം ഏതാണ്? ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും അത്? ഇൻക്രീസ് ഇൻ കൺസ്യൂമർ സ്പെൻഡിങ്, നാഷണൽ ഇൻകം, നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്നു. ഇൻകം വർദ്ധിക്കുമ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? കാര്യം ഇൻകം വർദ്ധിക്കുമ്പോൾ കൺസംഷൻ കൂടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻകം വർദ്ധിക്കുമ്പോൾ, നാഷണൽ ഇൻകം വർദ്ധിക്കുമ്പോൾ ആളുകളുടെ കൺസംഷൻ കൂടും. അങ്ങനെ വരുമ്പോൾ ആർക്കൊരു ഇൻഡ്യൂസ്മെന്റ് ആണത്? ആ പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻഡ്യൂസ്മെന്റ് ആണ്. ഓക്കെ. ഓർ പോപ്പുലേഷൻ ഗ്രോത്ത്, അല്ലെങ്കിൽ പിന്നെ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത്? പോപ്പുലേഷൻ ഗ്രോ ചെയ്യുമ്പോൾ കൺസംഷൻ കൂടത്തില്ലേ? അതുവഴി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. ഇതാണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ മറ്റേതെങ്കിലും ഘടകത്തെക്കാൾ നേരിട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ മറ്റുള്ള ഘടകങ്ങളാൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഇൻവെസ്റ്റ്മെന്റിനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് ഇൻകം ഇലാസ്റ്റിക്. ഇതെന്താണ്? ഇൻകം ഇലാസ്റ്റിക് ആണ്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻകം ഇലാസ്റ്റിക്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, ഇൻകം ഇലാസ്റ്റിക് ആണിത്. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നു. അവിടെ ഇൻകവുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ കൂടും, കൺസംഷൻ കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും. അതാണ് ഉദ്ദേശിക്കുക കേട്ടോ. കൺസംഷൻ കൂടുമ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് കൂടുക? കൺസംഷൻ കൂടുമ്പോൾ അതൊരു ഇൻഡ്യൂസ്മെന്റ് ആണ്. കാരണം ആ പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻകം ഇലാസ്റ്റിക്, അല്ലേ? ഇൻകം ഇലാസ്റ്റിക് ആണ്. ഇൻകത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത നമ്മൾ നോക്ക്, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു ടു. നമ്മൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിവൈഡഡ് ഇൻടു ടു. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ദ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്, മാറിപ്പോകരുത്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം പഠിച്ചിട്ടുണ്ട്, ഇത് തിരിഞ്ഞു പോകരുത്. ഇവിടെ എന്താണ്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. അതുപോലെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് ഉണ്ട്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. ഇത് എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്? ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്? ദ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് ഈസ് the ratio of investment to income. Ratio of investment to income. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? The average propensity to invest is the ratio of investment to income. It is the ratio. അനുപാതമാണ്. ആരൊക്കെ തമ്മിലുള്ള? ഇൻവെസ്റ്റ്മെന്റും ഇൻകവും തമ്മിലുള്ള അനുപാതത്തെ പറയുന്ന പേരാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. നമ്മൾ പറഞ്ഞു APC എന്താണ്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് കൺസംഷൻ ടു ഇൻകം എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടു ഇൻകം ആണ്. ചെറിയൊരു വ്യത്യാസം. സി മാറി ഐ വരുന്നു. അപ്പോൾ എന്തായി മാറുന്നു? APC API ആയി മാറുന്നു. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് ആയിട്ട് മാറുന്നു. I/Y. APCയുടെ ഇക്വേഷൻ എന്താണ്ടേ? APCയുടെ ഇക്വേഷൻ അല്ല, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റിന്റെ ഇക്വേഷൻ I/Y. I എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ്. Y എന്താണ്? നമ്മുടെ ടോട്ടൽ ഇൻകം. ഇതാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. അടുത്ത എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്? ഏകദേശ ധാരണ വന്നു കാണുമല്ലോ. MPC അറിയാവുന്നവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താണ്? ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, അല്ലേ? ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ടു ദ ചേഞ്ച് ഇൻ ഇൻകം. അതായത് ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യും. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, അല്ലേ? അപ്പോൾ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചിന് ആനുപാതികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റും ചേഞ്ച് ഇൻ ഇൻകവും തമ്മിലുള്ള റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. ΔI ഡിവൈഡഡ് ബൈ ΔY. ΔI ഡിവൈഡഡ് ബൈ ΔY, അല്ലേ? നമ്മൾ MPC പഠിച്ച എന്താണ്? ΔC/ΔY ആണെങ്കിൽ ഇവിടെ ΔI/ΔY. ക്ലിയർ ആണല്ലോ? ΔI എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ΔY ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ. അടുത്ത നമ്മൾ രണ്ടാമത്തെ ടൈപ്പാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ നമ്മൾ മറ്റൊരു ടൈപ്പ് കൂടെ പറഞ്ഞല്ലോ, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കറന്റ് ഇക്കണോമിക് ആക്ടിവിറ്റി, അല്ലേ?
ഇവിടെ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി. അവിടെ നമ്മൾ പറഞ്ഞ എന്താണ് ഡിപ്പെൻഡന്റ് ഓൺ കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നിലവിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തല്ല, എന്ന് വെച്ചാൽ നിലവിലുള്ള ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തല്ല, അല്ലേ, ആ നിലവിലുള്ള സ്പെൻഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇവിടെ കൺസംഷൻ നിൽക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. അപ്പോൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി. ഏതൊക്കെയാണ്? സച്ച് ആസ് നാഷണൽ ഇൻകം, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മൾ കൺസംഷൻ എന്ന് പറഞ്ഞതിന് പകരം ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഓർ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം നിലവിലുള്ള ഒരു ഫാക്ടേഴ്സിനെയും, കറണ്ട് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് നിലനിൽക്കുന്നത്. അത് കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റിയുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്, അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, മാറി നിൽക്കുന്നു. ഇനി സച്ച് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻകം ഇൻ ഇലാസ്റ്റിക്. ഇവിടെ എന്താണത്? ഇൻകം ഇൻ ഇലാസ്റ്റിക് എന്ന് പറയും. ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻകം ഇലാസ്റ്റിക് ആയിരുന്നെങ്കിൽ അവിടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായതെങ്കിൽ ഇവിടെ എന്താണ്? സച്ച് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻകം ഇൻ ഇലാസ്റ്റിക് ആണ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഇത്തരത്തിലുള്ള ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഇൻ ഇലാസ്റ്റിക് ആണ്, ഇൻകത്തിനനുസരിച്ചല്ല നിൽക്കുന്നത്, അല്ലേ. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സോജിനസ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പുറമേയുള്ള ഘടകങ്ങളാണ്, ഇൻകത്തിന് പുറമേയുള്ള ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്നതാണ് എക്സോജിനസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇവിടെ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിനെ സ്വാധീനിക്കുന്നത് എക്സോജിനസ് ഫാക്ടേഴ്സ് ആയ ഏതൊക്കെയാണ്? ഇന്നവേഷൻസ്, അല്ലെ, ഇന്നവേഷൻ, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഇന്നവേഷൻ, ഇൻവെൻഷൻസ്, അല്ലേ. ആ ഇന്നവേഷൻ എന്താണ്? പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ. ഇന്നവേഷൻ കണ്ടെത്തലുകൾ, കണ്ടുപിടുത്തങ്ങൾ. ഗ്രോത്ത് ഓഫ് ലേബർ ഫോഴ്സ്, രാജ്യത്തെ ലേബർ ഫോഴ്സിൽ ഉണ്ടാകുന്ന വളർച്ച. റിസർച്ച്, അല്ലെ, റിസർച്ച്, നമ്മുടെ ഗവേഷണ പുരോഗതി. അതുപോലെ വെതർ ചേഞ്ചസ്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. ഇങ്ങനെയുള്ള എക്സോജിനസ് ഫാക്ടേഴ്സ് ആണ്, അല്ലെ. നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനിലുള്ള പിന്നെന്താണ് ഫാക്ടേഴ്സ് അല്ല ഇതിനെ സ്വാധീനിക്കുന്ന. പിന്നെയോ ആ എക്സോജിനസ് ഫാക്ടേഴ്സ് ആയ ഇൻവെൻഷൻസ്, അല്ലെ, ഇന്നോവേഷൻസ്, ഗ്രോത്ത് ഓഫ് ലേബർ ഫോഴ്സ്, റിസർച്ച്, അതുപോലെ വെതർ ചേഞ്ചസ്, ഇങ്ങനെയുള്ള എക്സോജിനസ് ഫാക്ടേഴ്സിനാൽ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന മാറ്റത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് സ്വാധീനിക്കപ്പെടുന്നതിനെ പറയുന്ന പേരാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ നേരിട്ട് ഇൻകത്താൽ സ്വാധീനിക്കപ്പെടുകയല്ല. ദാറ്റ് ഈസ് വൈ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻകം ഇൻ ഇലാസ്റ്റിക്. ക്ലിയർ ആണല്ലോ? ഇൻകം ഇൻ ഇലാസ്റ്റിക് എന്ന് പറയും. എന്നാൽ ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് നേരിട്ട് ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഇൻകം ഇലാസ്റ്റിക് എന്ന് പഠിച്ചു. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ഇൻകം ഇലാസ്റ്റിക് ആൻഡ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻകം ഇൻ ഇലാസ്റ്റിക്. അത് എക്സോജിനസ് ഫാക്ടേഴ്സിനാൽ ഡിപ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി പറയുകയാണ് എന്തിനൊരു എക്സാമ്പിൾ, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ബിൽഡിങ്ങിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ്, ഡാംസ്, റോഡ്സ്, കനാൽസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഇതിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്. കാരണം നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇൻകം വർദ്ധിക്കട്ടെ എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഇതിനൊന്നും കാത്തിരിക്കാം. അപ്പോൾ ഡാംസ്, നമുക്ക് ഇൻകം വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഡാം നിർമ്മിക്കുന്നത്. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ഡാം വേണം. അത് ഇൻകം വർദ്ധിച്ചിട്ട് ആ പണം ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്ന് കാത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ റോഡ് നമുക്ക് അത്യാവശ്യമുള്ള ഘടകമാണ്. അത് മറ്റൊന്നും പൈസ ഉണ്ടോ ഇല്ലയെന്ന് അറിയേണ്ട, നമ്മൾ കടം മേടിച്ചായാലും നമ്മൾ റോഡ് നിർമ്മിച്ചേ പറ്റൂ, അല്ലേ. അതുപോലെ എന്താണ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സോഷ്യൽ ഓവർഹെഡ്സ് ആണ്, അല്ലേ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇൻകം കൂടട്ടെ എന്ന് കരുതി കാത്തിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേ പറ്റൂ ഈ മേഖലകളിൽ. അതുകൊണ്ട് ആണ് പറയുന്നത് ഇതൊക്കെ എന്താണ്? ഇൻകം ഇൻ ഇലാസ്റ്റിക് ആണ്. ഇതാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഡിറ്റർമിനൻസ് ഓഫ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ട്, നമ്മളിപ്പോൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി നമ്മുടെ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണമോ കുറയ്ക്കണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്ത് ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, അതാണ് ഡിറ്റർമിനൻസ് ഓഫ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. In reality, there are three factors that are taken into consideration while making an investment decision. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് നടത്തുന്ന സമയത്ത് we have to take three factors. നമ്മൾ മൂന്ന് ഘടകങ്ങൾ പരിഗണിക്കണം. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ മൂന്ന് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നു, അല്ലേ. There are three factors that are taken into consideration. നമ്മൾ മൂന്ന് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. എപ്പോഴാണ്? while making an investment decision. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? അയാൾ മൂന്ന് ഘടകങ്ങൾ പരിഗണിക്കണം, അല്ലേ. മൂന്ന് ഘടകങ്ങൾ അയാൾ കൺസിഡർ ചെയ്യണം. മൂന്ന് ഫാക്ടേഴ്സ്. ഒന്ന്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അയാൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ക്യാപിറ്റലിന്റെ കോസ്റ്റ്, എത്രത്തോളം ചിലവ് വരും ക്യാപിറ്റലിന്, അല്ലെ. ക്യാപിറ്റൽ ഉപയോഗിച്ചാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ക്യാപിറ്റലിന്റെ ചിലവ്, മൂലധനത്തിന്റെ ചിലവ്. രണ്ട്, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രോം ദ ക്യാപിറ്റൽ ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. ഇപ്പം നമ്മളൊരു മെഷീൻ വാങ്ങുന്നു, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരു മെഷീൻ വാങ്ങുന്നു. ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, ഒരു മെഷീൻ വാങ്ങുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്.
അപ്പോൾ ആ മെഷീൻ്റെ കാലാവധി 3 വർഷമാണ്. ലൈഫ് ഒരു 3 വർഷമാണ് കാലാവധി, അല്ലെങ്കിൽ 5 വർഷം. ഈ 5 വർഷം കൊണ്ട് എത്രത്തോളം അതിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടും, ഓരോ വർഷവും അത് ആ മെഷീൻ നമ്മുടെ ഔട്ട്പുട്ടിൽ, നമ്മുടെ ഉൽപ്പന്നത്തിൽ എത്രത്തോളം റിട്ടേൺ കൂട്ടിച്ചേർക്കും, അതാണ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ലൈഫ് ടൈം. ആ മെഷീനറിയിൽ നിന്നും ആ ക്യാപിറ്റലിൽ നിന്നും നമുക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടും, അതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അത് എത്രത്തോളമാണ് ആ ലൈഫ് ടൈമിൽ. 5 വർഷ കാലാവധിയാണ് ആ മെഷീനെങ്കിൽ 5 വർഷം കൊണ്ട് അതിൻ്റെ റിട്ടേൺ എത്രയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ എത്രയാണ്, അതാണ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അതെന്തിനെ സ്വാധീനിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ സ്വാധീനിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്തിനെ സ്വാധീനിക്കുന്നു? പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ സ്വാധീനിക്കുന്നത്. ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ ക്യാപിറ്റൽ ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം, 3 മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. ഈ ഫാക്ടേഴ്സ് ആണ് എന്തിനെ സ്വാധീനിക്കുന്നത്? ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ സ്വാധീനിക്കുന്നത്. ഇനി കെയ്ൻസ്, ജെഎം കെയ്ൻസ്, സം ഓഫ് ദീസ് ഫാക്ടേഴ്സ്, ഈ 3 ഫാക്ടേഴ്സിനും കൂടി സമ്മപ്പ് ചെയ്തു, ഒരുമിച്ച് ചേർത്തു, കൂട്ടിച്ചേർത്തു. ഇൻ ഹിസ് കോൺസെപ്റ്റ് ഓഫ് ദ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. കെയ്ൻസിന്റെ കോൺസെപ്റ്റ് ആണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഇനി പറയും എന്താണെന്ന്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, MEC. കെയ്ൻസിന്റെ കോൺസെപ്റ്റ് ആ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അദ്ദേഹം ഈ 3 ഫാക്ടേഴ്സിനെയും കൂടി സമ്മപ്പ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആണ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന എന്തിന്റെ ബേസിലാണ്? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നു? ജെഎം കെയ്ൻസ് അഭിപ്രായപ്പെടുന്നു. കാരണം ഇതിനകത്ത് 3 ഫാക്ടേഴ്സ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എക്സ്പെക്ട് റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ 3 ഫാക്ടേഴ്സിനെയും കൂടി കെയ്ൻസ് എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർത്തു. എന്നിട്ട് എന്തെന്ന് വിളിച്ചു? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ? MEC എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ദ MEC ഈസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ്, ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്സ് ഓവർ ഇറ്റ്സ് കോസ്റ്റ്. എന്താണ് MEC? ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. നമ്മൾ അധികമായിട്ടൊരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. എന്ന് വെച്ചാൽ ഒരു പുതുതായിട്ടൊരു നിലവിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേമിലേക്ക് നമ്മൾ പുതുതായിട്ടൊരു മെഷീൻ മേടിക്കുന്നു. അപ്പോൾ എന്താണ്? അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ആ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നും, അപ്പോൾ അതിനൊരു കോസ്റ്റ് ആവുമല്ലോ, അതിനൊരു ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊരു ലൈഫ് ടൈം ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 5 വർഷ കാലാവധിയാണ് ആ മെഷീനുള്ളത്, അല്ലെങ്കിൽ 10 വർഷമാണ് അതിൻ്റെ കാലാവധി. ഓക്കെ, അപ്പോൾ ആ 10 വർഷം കൊണ്ട് അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 10 വർഷം കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യും, ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത്, പുതിയ മെഷീനറി ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും എത്രത്തോളം റിട്ടേൺ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഇപ്പോഴേ എക്സ്പെക്ട് ചെയ്യും. എന്തുമായിട്ട് കമ്പയർ ചെയ്തു? ഓവർ ഇറ്റ്സ് കോസ്റ്റ്. ഏതിൽ നിന്നും? അതിൻ്റെ കോസ്റ്റിനേക്കാൾ, അതിൻ്റെ ചിലവിനേക്കാൾ എത്രത്തോളമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്ന് നമ്മൾ കമ്പയർ ചെയ്യും. ആ റിട്ടേൺ എടുക്കും. ആ റിട്ടേണിനെയാണ് എന്തെന്ന് പറയുന്നത്? MEC എന്ന് പറഞ്ഞ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റുമായി, അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, ആ ക്യാപിറ്റൽ അസറ്റിൽ നിന്നും എത്രത്തോളം റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നു, ആ എക്സ്പെക്റ്റഡ് റിട്ടേണിനെ പറയുന്ന പേരാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ? MEC ഈസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നു ഫ്രം, ഇതിൽ നിന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ക്യാപിറ്റൽ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പുതിയതായിട്ടൊരു മെഷീൻ കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരെണ്ണം കൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും. അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ അധികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ അല്ലേ, ഓവർ ഇറ്റ്സ് കോസ്റ്റ്. ഇനി നോക്ക്, ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ MEC ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. വേറെ രീതിയിൽ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, MEC ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ലാഭത്തിൻ്റെ ശതമാനമാണ്. എക്സ്പെക്റ്റഡ് ഫ്രം, ആ ലാഭം എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഫ്രം എ ഗിവൺ ഇൻവെസ്റ്റ്മെന്റ്. ഒരു നിശ്ചിത ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഓൺ എ ക്യാപിറ്റൽ അസറ്റ്. എന്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്? ഓൺ എ ക്യാപിറ്റൽ അസറ്റ്. അതായത് നമ്മൾ ഒരു ക്യാപിറ്റൽ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമല്ലോ, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ നിന്ന് നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഉണ്ട്, ഒരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കും. ഇപ്പം നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എങ്കിൽ, പുതുതായിട്ട് നിങ്ങൾക്കൊരു ഷോപ്പ് നടത്തുന്നു, പുതുതായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ അത് എക്സ്പാൻഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു, ഒരു 1 ലക്ഷം രൂപ അധികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം നിങ്ങൾക്ക്. അപ്പോൾ ആ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ അതിൽ നിന്ന് കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന റിട്ടേൺ എത്രയായിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും, എക്സ്പെക്ട് ചെയ്യും.
അല്ലേ? ആ എക്സ്പെക്റ്റേഷൻ, അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്, അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കി. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ കൺസംഷൻ തിയറീസ് പഠിച്ചതുപോലെ ഇൻവെസ്റ്റ്മെന്റുമായി റിലേറ്റ് ചെയ്യുന്ന 2-3 തിയറീസ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അത് തിയറി ഏതാണ്ട് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നോക്കാം നമുക്ക് എന്താണ് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ D.W. ജോർജൻസൺ. ഇതാരണ്ടേ ഡെവലപ്പ് ചെയ്തത്? D.W. ജോർജൻസൺ. നമ്മൾ ഒരുപാട് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ ഇത് ആരൊക്കെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ആ പേരുകളൊന്നും മാറിപ്പോരുത്. പിന്നെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കും കുറച്ച് തിയറീസ് എടുത്ത്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിൽ കുറേ തിയറീസ് തന്നിട്ട് ഇപ്പുറത്ത് അതിൻ്റെ പേരുകൾ കാണും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റണം. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഡെവലപ്ഡ് ബൈ D.W. ജോർജൻസൺ. D.W. ജോർജൻസൺ. എന്തെങ്കിലും കോഡ് ഉണ്ടാക്കാൻ പറ്റുന്നവർ കോഡ് ഉണ്ടാക്കി മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വാസ് ഗിവൺ ബൈ D.W. ജോർജൻസൺ. എന്താണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്? ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ മാക്സിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മാക്സിമം പ്രോഫിറ്റ് തരുന്ന സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരു ഇൻവെസ്റ്റർക്ക് മാക്സിമം പ്രോഫിറ്റ്, അയാളുടെ ലക്ഷ്യം എന്താണ്? മാക്സിമം പ്രോഫിറ്റ്. ഏതൊരു ഇൻവെസ്റ്ററുടെ ലക്ഷ്യം എന്താണ്? ടു അച്ചീവ് മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആ മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ ഒരാൾക്ക് എത്രത്തോളം ക്യാപിറ്റൽ വേണം? ആ ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ആ ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിന്റെ ഡിറ്റർമിനേഷനുമായി ബേസ് ചെയ്ത തിയറിയാണ് ഏത്? നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എന്ന് വെച്ചാൽ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റിലെ ജോർജൻസൺ എന്ത് കണ്ടെത്തുകയാണ്? ഒപ്റ്റിമൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരു ഇൻവെസ്റ്റർക്ക്, ഒരു പ്രൊഡ്യൂസർക്ക് മാക്സിമം പ്രോഫിറ്റ് നൽകാൻ കഴിയുന്ന സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഏതെന്ന് കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഏതെന്ന് കണ്ടെത്തുകയാണ്. ക്ലിയർ ആണല്ലോ? In other words, this theory explains that at a particular time, ഒരു നിശ്ചിത സമയത്ത്, how much capital stock of a firm decides to achieve. How much capital stock a firm decides to achieve. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിൽ how much capital stock, എത്രത്തോളം ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്, എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആണ് a firm decides to achieve. ഒരു ഫേം എന്ത് ചെയ്യാൻ, നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു നിശ്ചിത കാലയളവിൽ, ഇപ്പോൾ ഒരു 5 വർഷം, ആ 5 വർഷം കൊണ്ട് എത്രത്തോളം ക്യാപിറ്റൽ സ്റ്റോക്കാണ് ഒരു ഫേം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് ഒരു ഫേം ആഗ്രഹിക്കുക എന്നതാണ് ഈ തിയറിയിലൂടെ പറയുന്നത്, ഈ തിയറി റിവീൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു 5 വർഷ കാലയളവിൽ അവർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ എക്സ്പെക്ടേഷനിലൂടെ അവർ എത്രത്തോളം, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രത്തോളം ക്യാപിറ്റലാണ് ഒരു ഫേം അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് ഒരു ഫേം ആഗ്രഹിക്കുന്നത് എന്നതാണ് ഈ തിയറിയിലൂടെ റിവീൽ ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? എൻ്റെ കണ്ടന്റ് മനസ്സിലായല്ലോ? ഇനി റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്പീഡ് വിത്ത് വിച്ച് ഫേംസ് അഡ്ജസ്റ്റ് ദെയർ ക്യാപിറ്റൽ സ്റ്റോക്സ് ടുവേഴ്സ് ദ ഡിസൈഡ് ലെവൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ടോ നടക്കുന്ന പ്രോസസ്സ് അല്ല. അതിന് ഒരു ടൈം പീരീഡ് ഉണ്ട് അല്ലേ? വർഷങ്ങളെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ, റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് നിർണ്ണയിക്കപ്പെടുന്നു. ആരാൽ നിർണ്ണയിക്കപ്പെടുന്നു? ബൈ ദ സ്പീഡ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താണ്? ജോർജൻസൺ പറയാണ്, ദ സ്പീഡ്, വേഗതയാണ്. എന്തിന്റെ വേഗത? വിത്ത് വിച്ച് ഫേംസ് അഡ്ജസ്റ്റ് ദെയർ ക്യാപിറ്റൽ സ്റ്റോക്സ്. ഫേംസ് അവരുടെ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്പീഡാണ് ടുവേഴ്സ് ദ ഡിസൈഡ് ലെവൽ. അതായത് ഒരു ഫേം എന്ത് ചെയ്യുന്നു? അവർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, ഇത്രത്തോളം ക്യാപിറ്റൽ സ്റ്റോക്ക് ആ സ്ഥാപനത്തിൽ വേണമെന്ന് അവർ ഡിസൈർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ അവരത് ഒരുമിച്ചല്ലല്ലോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പല കാലഘട്ടങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. ഒരു വർഷം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത വർഷം 1.5 ലക്ഷം രൂപ, അതിൻ്റെ അടുത്ത വർഷം 2 ലക്ഷം രൂപ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. അപ്പോൾ അവരെന്താണ്, ഒരു വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇത്രത്തോളം അവർ ആഗ്രഹിക്കുന്ന ഒരു ക്യാപിറ്റൽ സ്റ്റോക്ക് ഉണ്ട്. ആ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഡിസൈഡ് അവരാഗ്രഹിക്കുന്ന ക്യാപിറ്റൽ സ്റ്റോക്കിൽ എത്താൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ എത്താൻ വേണ്ടി അവരുടെ ക്യാപിറ്റൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും.
ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്പീഡ് എത്രത്തോളം വേഗതയിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ആ സ്പീഡിനെ ആശ്രയിച്ചാണ് എന്ത് നിൽക്കുന്നത്, റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ സ്പീഡാണ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടി പറയാം, റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്പീഡ്, വേഗത, വിത്ത് വിച്ച് ദ ഫേം അഡ്ജസ്റ്റ് ദെയർ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഫേംസ് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും അവർ എത്രത്തോളം ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന വേഗത. എന്തിനു വേണ്ടിയാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? ടുവേഴ്സ് ദ ഡിസൈഡ് ലെവൽ. എന്തിലെത്തിച്ചേരാൻ? അവർ ആഗ്രഹിച്ച ഒരു ലെവൽ, ക്യാപിറ്റൽ സ്റ്റോക്കിൽ എത്തിച്ചേരാൻ. അപ്പോൾ അതിലെത്തിച്ചേരാൻ വേണ്ടി ആ ക്യാപിറ്റൽ സ്റ്റോക്കിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വേഗതയാണ്, അല്ലേ, അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേഗതയാണ് ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നാണ് ആര് പറയുന്നത്? ജോർജൻസൺ പറയുന്നത്. ദ ഫേംസ് കനോട്ട് ഇമീഡിയറ്റ്ലി അച്ചീവ് ദ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ വേഗത പറയാൻ കാര്യം എന്താണ്? ദ ഫേംസ് കനോട്ട് ഇമീഡിയറ്റ്ലി അച്ചീവ് ദ ഡിസൈഡ് ലെവൽ ഓഫ്, ഒരു ഫേംസിനും ആ ഇമീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് അവർ ആഗ്രഹിച്ച ലെവൽ ഓഫ് ക്യാപിറ്റലിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ വേഗത എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇൻവെസ്റ്റ്, പൈസ കയറിക്കുകയല്ലേ അല്ലെങ്കിൽ ബോറോ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതരുത്. കാരണം അവിടെ അതിന് ആ സ്പീഡിനെ തടയിടുന്ന, സ്പീഡിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന ചില ഫാക്ടേഴ്സും അവിടെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദ ഫേംസ് കനോട്ട് ഇമീഡിയറ്റ്ലി അച്ചീവ് ദ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ. ഫേമിന് ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് അച്ചീവ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കില്ല, ഇമീഡിയറ്റ് ആയിട്ട് സാധിക്കുകയില്ല. നോക്ക്, അക്കോർഡിംഗ് ടു ദിസ് നിയോ ക്ലാസിക്കൽ തിയറി ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ, അപ്പോൾ അവിടെ ആ വേഗതയാണ്, വേഗത മാത്രമല്ല അതിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് നിയോ ക്ലാസിക്കൽ തിയറി ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, MPK. അപ്പോ ഈ ജോർജൻസൺ തിയറി അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, MPK. ആൻഡ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വിച്ച് ഈസ് കാൾഡ് റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റിയൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ എന്താണ്ട് ന്യൂ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ 2 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്. റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ സ്വാധീനിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, MPK, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. 2, യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ മറ്റൊരു പേരെന്താണ്? റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇത് രണ്ടും എന്താണെന്ന് ഇനി നമ്മൾ പറയും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ സ്വാധീനിക്കുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, 2 യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതർവൈസ് കാൾഡ് റിയൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി എന്താണ് MPK? MPK measures the addition to the production for using an additional unit of capital. Labor and technology remain constant. Okay? MPK is, അല്ലെങ്കിൽ MPK measures the addition to the production. പ്രൊഡക്ഷനിലുണ്ടാകുന്ന കൂട്ടിച്ചേർക്കലാണ് MPK. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? നിലവിലുള്ള ഉൽപ്പാദനത്തോടൊപ്പമുള്ള കൂട്ടിച്ചേർക്കലാണെന്ന് വെച്ചാൽ ഉൽപ്പാദനത്തിലുള്ള വർധനമാണ്. എപ്പോഴാണ്? എന്തിന്റെ ഫലമായിട്ടാണ്? ഫോർ യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ അധികമായിട്ട് ഒരു ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അധികമായിട്ടൊരു മെഷീൻ ഇംപ്ലാന്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ആണല്ലോ അത്. അതിന്റെ ഫലമായിട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതിന്റെ ഫലമായിട്ട് എത്രത്തോളം പ്രൊഡക്ഷൻ വർദ്ധിച്ചു, ആ വർദ്ധിച്ച പ്രൊഡക്ഷനെ പറയുന്ന പേരാണ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതാണ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ലേബർ ആൻഡ് ടെക്നോളജി റിമൈനിങ് കോൺസ്റ്റന്റ്. ഇവിടെ ലേബറും ടെക്നോളജിയും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. മനസ്സിലായില്ലേ? ലേബറും ടെക്നോളജിയും എന്താണെന്ന് അസ്യൂം ചെയ്യുന്നു അദ്ദേഹം? കോൺസ്റ്റന്റ് ആണ്. അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. കോൺസ്റ്റന്റ് ആയിട്ട് നിലവിലുള്ള ലേബർ പ്രൊഡക്ടിവിറ്റിയും ടെക്നോളജിയും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ചേഞ്ചസ് ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് ക്യാപിറ്റലിൽ നമുക്ക് അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നും അഡീഷണൽ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ലേബറും ടെക്നോളജിയും ചേഞ്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ചേഞ്ച് വരും, MPKയിൽ ചേഞ്ച് വരും.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ലേബർ ആൻഡ് ടെക്നോളജി റിമൈനിങ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ? ഇതാണ് MPK റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ഘടകം നമ്മൾ പറഞ്ഞു യൂസർ കോസ്റ്റ് അല്ലേ? എന്താണ് യൂസർ കോസ്റ്റ്? യൂസർ കോസ്റ്റ് റെഫർ ടു ദ എക്സ്പെൻസസ്, ചിലവുകളാണ് ബോൺ ബൈ ദ ഓണർ ഓർ റെൻഡർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്സ് റിസൾട്ടിംഗ് ഫ്രം ദ യൂസ് ഓഫ് അസറ്റ്സ് ഫോർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതാണ് എന്തെന്ന് പറയുന്നത് യൂസർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അധികമായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അധികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ ഒരു കോസ്റ്റ് ആവുമല്ലോ, അതാണ് യൂസർ കോസ്റ്റ് എന്ന് പറയുന്നത്. യൂസർ കോസ്റ്റ് റെഫർ ടു ദ എക്സ്പെൻസസ് ബോൺ ബൈ ദ ഓണർ, അതായത് ആ ഓണ്ടർപ്രണറിനാകുന്ന കോസ്റ്റ്, എക്സ്പെൻസസ്, ആ ക്യാപിറ്റൽ ആകുന്ന എക്സ്പെൻസ്. ഓർ അല്ലെങ്കിൽ എന്താണ് റെൻഡർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്, ചിലപ്പോൾ റെന്റിന് എടുക്കുകയായിരിക്കും, ക്യാപിറ്റൽ എന്തിനായിരിക്കും? റെന്റ് എടുക്കുകയാണ്, അതാണ് റെൻഡർ കോസ്റ്റ് എന്ന് പറയുന്നത്. റെൻഡർ ഓഫ് അല്ലെങ്കിൽ റെൻഡർ ഓഫ് ക്യാപിറ്റൽ അസറ്റിന്റെ റെന്റൽ കോസ്റ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനാകുന്ന അതിന്റെ ഓണർക്കാകുന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ റെന്റ്, അതിനു വേണ്ടി വരുന്ന റെന്റൽ കോസ്റ്റ്. ഇതിന് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? റിസൾട്ടിങ് ഫ്രം ദ യൂസ് ഓഫ് അസറ്റ്. ആ അസറ്റ് യൂസ് ചെയ്യുമ്പോഴാണല്ലോ ഈ കോസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ആ അസറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ എക്സ്പെൻസസിനെ അല്ലെങ്കിൽ റെന്റിനെ പറയുന്ന പേരാണ് യൂസർ കോസ്റ്റ്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ക്യാപിറ്റലിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് കാൾഡ് യൂസർ കോസ്റ്റ്. ആ യൂസർ കോസ്റ്റിനെയും MPKയെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നിൽക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ജോർജൻസൺ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്ക്, ദ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്. ഇനി പറയാണ്, ഇനി ആ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റിന്റെ കോസ്റ്റ് ഉണ്ടല്ലോ, അത് 3 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ഒന്ന്, പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സിന്റെ പ്രൈസ്. 2, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 3, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നോക്കണേ, ദ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒന്നിന്റെ റിയൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്. എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇങ്ങനെ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് നിൽക്കുന്നത്? ആ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത് നോട്ട് ചെയ്തോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അക്കോർഡിംഗ് ടു ജോർജൻസൺ, so long as MPK is greater than the user cost of capital. അപ്പോൾ ജോർജൻസന്റെ അഭിപ്രായത്തിൽ so long as MPK is greater than user cost of capital, അതായത് എവിടം വരെയാണോ MPK മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടിയിരിക്കുന്നത്, firm will find it profitable to make a new investment in fixed capital. അപ്പോൾ firm will find it's profitable to make a new investment in fixed capital. അതായത് ഏത് ലെവൽ വരെയാണോ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ MPK കൂടി നിൽക്കുന്നത്, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടി നിൽക്കുന്നത്. അപ്പോൾ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ 50 രൂപയാണെന്ന് വെച്ചു. അപ്പോൾ 50 രൂപയേക്കാൾ കൂടുതൽ ഏത് ലെവൽ വരെ 50 രൂപയേക്കാൾ കൂടി ഏത് നിൽക്കുന്നു? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ നിൽക്കുന്നുവോ അവിടം വരെ ദ ഫേം വിൽ ഫൈൻഡ് ഇറ്റ് പ്രോഫിറ്റബിൾ ടു മേക്ക് ഇൻവെസ്റ്റ്മെന്റ്. ഫേമിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റബിൾ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫേമിന് പ്രോഫിറ്റബിൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ MPK എപ്പോഴും ഏതിനേക്കാൾ കൂടിയിരിക്കണം? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടിയിരിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. അതായത് ഒരു ഫേമിന് പ്രോഫിറ്റബിൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ എപ്പോഴും MPK മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിനേക്കാൾ കൂടിയിരിക്കണം? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടിക്കണം. ഏതെങ്കിലും തലത്തിൽ വെച്ച് MPK യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കുറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. അതെന്തല്ല, ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റബിൾ അല്ല. അവർ ഇൻവെസ്റ്റ്മെന്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ ഓൺട്രപ്രണർ ഇൻവെസ്റ്റ്മെന്റ് അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ അതാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നേരത്തെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതിനോടൊപ്പമുള്ള അഡിഷനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നേരത്തെ ഒരു ക്യാപിറ്റൽ അവിടെ ഉണ്ട്, അതിനോടുള്ള അഡിഷനെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റലിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, നേരത്തെയുള്ള ക്യാപിറ്റലിനോടൊപ്പമാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? MPK മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ
ഇറ്റ്സ് യൂസർ കോസ്റ്റ്, അതിൻ്റെ യൂസർ കോസ്റ്റിനേക്കാൾ കൂടിയിരിക്കണം. ക്ലിയർ അല്ലേ? ഇതാണ് ജോർജൻസന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കി. However, as more and more capital is used in the production process, okay, as more and more capital is used in the production process, അപ്പോൾ നമുക്ക് MBK ഒക്കെ കൂടുതൽ കിട്ടുമെന്ന് കരുതി ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ് മോർ ആൻഡ് മോർ ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. വീണ്ടും വീണ്ടും കൂടുതൽ ക്യാപിറ്റൽ എന്ത് ചെയ്യുകയാണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. MBK കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്താണ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ MBK ഫാൾസ്. MBK എന്ത് ചെയ്യും? കുറയും. കൂടുകയല്ല, മറിച്ച് MBK കുറയും. അപ്പോൾ നിലവിൽ യൂസർ കോസ്റ്റിനേക്കാൾ MBK കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. ശരിയാണ് എന്ന് കരുതി നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മോർ ക്യാപിറ്റൽ, അല്ലെ, മോർ ആൻഡ് മോർ ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, കൂടുതൽ ക്യാപിറ്റൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? MBK ഫാൾസ്. MBK എന്ത് ചെയ്യും? കുറയും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഓപ്പറേഷൻ ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഏത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട്? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് നിങ്ങൾ മൈക്രോയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ തിയറി ഉണ്ട്. അവിടെ പറയുന്നുണ്ട് when we use a variable continuously, നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ അല്ലെങ്കിൽ when we use an input continuously, ഏതെങ്കിലും ഒരു ഇൻപുട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് അപ് ടു എ ലെവൽ. ഒരു ലെവൽ വരെ ഔട്ട്പുട്ട് വർദ്ധിക്കും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഇറ്റ് ഈസ് കാൾഡ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. അതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ മാത്രം, ലേബർ, ടെക്നോളജി ഒക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്യാപിറ്റൽ മാത്രം ഇങ്ങനെ MBK കൂടി നിൽക്കുന്നു, പ്രോഫിറ്റബിൾ ആണെന്ന് കരുതി ക്യാപിറ്റൽ മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ്ലി വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നാൽ ഒരു ലെവൽ വരെ പ്രോഫിറ്റബിൾ ആണ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യും? MBK ഫാൾ ചെയ്യാൻ തുടങ്ങും. MBK ഫാൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫാൾ ചെയ്യാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ക്യാപിറ്റൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആസ് മോർ ആൻഡ് മോർ ക്യാപിറ്റൽ ഈസ് യൂസ്ഡ്. അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. As more and more capital is used in the production process, MBK falls. കാരണം എന്താണ് MBK fall ചെയ്യാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദ ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം, ബാക്കിയുള്ള ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ഫാക്ടർ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഒരു ലെവൽ കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കുറയും, അല്ലെങ്കിൽ അവിടെ പ്രോഫിറ്റ് കുറയും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുറയുന്നത് കൊണ്ട് ആണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഏത് ഫാക്ടർ മാത്രമാണ് കണ്ടിന്യൂസ് വർദ്ധിപ്പിക്കുന്നത്? ക്യാപിറ്റൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ബാക്കിയുള്ള ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്താൽ MBK എന്ത് ചെയ്യുന്നത്? ഫാള് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി അതുകൊണ്ട് എ ഫേം മാക്സിമൈസസ് പ്രോഫിറ്റ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. എ ഫേം മാക്സിമൈസസ് പ്രോഫിറ്റ് when it is able to acquire and use the stock of capital at which MBK equals the user cost of capital. അപ്പോൾ നോക്കണേ, a firm maximizes profit. അതുകൊണ്ട് നമുക്ക് പറയാം, ജോർജൻസൺ പറയുകയാണ്, ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. എവിടെ വെച്ച്? when it is able to acquire. when it is able to acquire, ഒരു ഫേമിന് അക്വയർ ചെയ്യാൻ കഴിയുമ്പോൾ. and use the stock of capital, ഒരു ഫേമിന് ക്യാപിറ്റൽ സ്റ്റോക്ക് യൂസ് ചെയ്യാൻ കഴിയുമ്പോൾ. എവിടെയാണ്? ഏത് പോയിന്റിലാണ്? അറ്റ് വിച്ച് MBK ഈക്വൽസ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഏതൊരു ഫേമിൻ്റെയും MBK മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അതിൻ്റെ യൂസർ കോസ്റ്റിന് തുല്യമായി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫേമിന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഏബിൾ ടു അക്വയർ ആൻഡ് യൂസ് ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്റ്റോക്ക് ഒരു ഫേമിന്, അല്ലെങ്കിൽ ഒപ്റ്റിമം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ആ ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഒരു ഫേമിന് നേടിയെടുക്കാൻ കഴിയുന്ന ഏത് പോയിന്റിൽ വെച്ചിട്ടാണ്? when MBK equals the user cost of capital. MBKയും യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടി തുല്യമാകുമ്പോഴാണ്. MBK യൂസർ കോസ്റ്റിനേക്കാൾ കൂടി നിന്നാൽ പ്രശ്നമില്ല, പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ അതിൻ്റെ ലീസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, MBK ഈക്വൽസ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. MBK ഈക്വൽസ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ ഒരു പോയിന്റിലാണ് ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്റ്റോക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫേമിന് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് MBK ഈക്വൽസ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ജോർജൻസൺ പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ജോർജൻസൺ മോഡലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത്, ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ അച്ചീവ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? MBK ഈക്വൽസ് ടു യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ.
ഇനി ഇൻ ജോർജൻസൺ മോഡൽ the desired stock of capital can be derived from the neoclassical production function, that is Cobb-Douglas production function. അത് പ്രത്യേകിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പോയിന്റ് ഉൾക്കൊള്ളിച്ചതാണ്. അപ്പോൾ എന്താണ് the desired? അപ്പോൾ ഇൻ ജോർജൻസൺ മോഡൽ the desired stock of capital, അവർ ആഗ്രഹിക്കുന്ന, ഒരു ഫേം ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി ഡിറൈവ് ചെയ്യാൻ കഴിയും, നേടിയെടുക്കാൻ കഴിയും ഫ്രം ദ നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്തിൽ നിന്ന്? നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്ന്. അതിനെയാണ് വിളിക്കുന്ന പേര് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മൈക്രോ ഇക്കണോമിക്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ പഠിച്ച് കാണുമെന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാം. അപ്പോൾ ഇൻ ജോർജൻസൺ മോഡലിൽ the desired stock of capital can be derived from, അതായത് desired stock of capital നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, അതിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്? നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. അത് ആരുടേതല്ല? ജോർജൻസന്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ല, അത് ആരുടെയാണ്? കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ CW കോബും പോൾ എച്ച് ഡഗ്ലസും ചേർന്ന് ഫോം ചെയ്ത ഒരു എംപെരിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പറയുന്ന പേരാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതിൽ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അല്ലാതെ ആര് ജോർജൻസൺ ഡെവലപ്പ് ചെയ്തതല്ല. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നും ജോർജൻസൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അദ്ദേഹത്തിന്റെ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക്, ഒരു ഫേമിന് ആവശ്യമുള്ള ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിറൈവ് ചെയ്തെടുക്കാമെന്ന് ആര് പറയുന്നു? ജോർജൻസൺ പറയുന്നു. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, ഈ ജോർജൻസൺ മോഡലിൽ ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതാണ്? കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ. അതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്, ജോർജൻസൺ മോഡലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതെന്നും ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അത് ഏതാണെന്ന് ഓർക്കുക, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഏതാണ്ട് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ ആണല്ലോ? ഇതാണ് പ്രധാനമായിട്ടും ജോർജൻസൺ മോഡലിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട. നോക്കിയേ, ജോർജൻസൺ മോഡൽ റിവീൽസ് ദാറ്റ് ഹയർ ദ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? ജോർജൻസൺ മോഡൽ റിവീൽസ് ദാറ്റ് ഹയർ ദ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹയർ ആണെങ്കിൽ, എന്നുവെച്ചാൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹയർ ആണെങ്കിൽ, ദ ലോവർ വിൽ ബി ദ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക്. ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കും? ലോവർ ആയിരിക്കും. ബൈ ദ ഫേം ആൻഡ് വൈസ് വേഴ്സ. എന്ന് വെച്ചാൽ നേരെ തിരിച്ച് എന്താണ്? ലോവർ ആണെങ്കിൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ എന്തായിരിക്കും? ഹയർ വിൽ ബി ദ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഓഫ്, അവരാഗ്രഹിക്കുന്ന ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കുക. ജോർജൻസൺ മോഡൽ എന്താണ് റിവീൽ ചെയ്യുന്നത്? ദാറ്റ് ദ ഹയർ ദ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹയർ ആണ് എങ്കിൽ, റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെങ്കിൽ, റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹയർ ആണെങ്കിൽ, കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ലോവർ വിൽ ബി ദ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക്. എന്ന് വെച്ചാൽ ചിലവ് കൂടുതലാണെങ്കിൽ, റെന്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റലിന്റെ എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ, അവർ ആഗ്രഹിക്കുന്ന ക്യാപിറ്റൽ സ്റ്റോക്ക്, അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ച് റെന്റൽ കോസ്റ്റ് കുറവാണെങ്കിൽ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. അടുത്ത് നോക്ക്, ദ മോഡൽ ഫർദർ റിവീൽസ് ദാറ്റ് ഗ്രേറ്റർ ദ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. ഇനി അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ, ദ ഗ്രേറ്റർ ദ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക്. ഇനി നേരെ മറിച്ച് ഒരു ഫേം എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്, കാരണം അവരുടെ, നമ്മൾ നേരത്തെ കെയ്ൻസിന്റെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ പറഞ്ഞില്ലേ, അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അവർ എക്സ്പെക്ടേഷൻ നടത്തും. ആ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ദ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക്, അവരാഗ്രഹിക്കുന്ന ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ലെവൽ എന്തായിരിക്കും? അവിടെ കൂടുതലായിരിക്കും. ഈ രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ജോർജൻസൺ മോഡലിലെ രണ്ട് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇനി ഈ തിയറിയുടെ അസംഷൻസ് ആണ്. ജോർജൻസൺ മോഡലിന്റെ അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റിന്റെ ക്വസ്റ്റ്യൻസിൽ അല്ലെ, എക്കണോമിക്സ് സെറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസിൽ ഈ അസംഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒന്ന്, ദ ഫേം ഓപ്പറേറ്റ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദ ഫേം ഓപ്പറേറ്റ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ ഫേം PC എന്ന് ഞാൻ ഇട്ടേക്കുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഈ ഫേം ഇവിടെ ഈ തിയറിയിൽ ഈ ഒരു ഫേം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന മാർക്കറ്റ് സിറ്റുവേഷനിലാണ്. അത് മൈക്രോയിലാണ് മാർക്കറ്റ് സിറ്റുവേഷൻസ് പഠിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നില്ല. മാർക്കറ്റ് സിറ്റുവേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ
ദ ഫേം ഓപ്പറേറ്റ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സിറ്റുവേഷനിലാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. 2, ദർ ഈസ് നോ അൺസർട്ടനിറ്റി. ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം അല്ലേ. ഇവിടെ അനിശ്ചിതത്വങ്ങളൊന്നുമില്ല, എല്ലാം നോർമൽ കണ്ടീഷൻ. അതിന് വേണ്ടിയാണ് നോ അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ കണ്ടീഷൻസ് നോർമലാണ്. ദർ ഈസ് നോ അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ്. എന്ന് വെച്ചാൽ ഇവിടെ ക്യാപിറ്റൽ നമ്മൾ ചേഞ്ച് വരുത്തും. അപ്പോഴെന്താണ്, അതിനകത്ത് ചിലപ്പോൾ ഡിപ്രീസിയേഷനോ അങ്ങനെ വരുന്ന കോസ്റ്റുകളൊക്കെ വരാം. അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അങ്ങനെ എന്താണ് കോസ്റ്റിൽ ചേഞ്ചസ് വരാം. ഇവിടെ എന്താണ്, ദർ ഈസ് നോ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റുകളൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ക്യാപിറ്റലിലുള്ള റിയൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ പറഞ്ഞ യൂസർ കോസ്റ്റ് ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റുകളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ അധിക ചിലവുകളൊന്നും മറ്റ് ചിലവുകളൊന്നും ഇല്ല. ദർ ഈസ് നോ അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ്. ദർ ഈസ് ഫുൾ എംപ്ലോയ്മെന്റ് ഇൻ ദ ഇക്കോണമി. ഇക്കോണമിയിൽ എന്താണ്, ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ക്ലാസിക്കൽസിന്റെ വ്യൂ ആണ്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആണെന്ന് ആര് വിശ്വസിക്കുന്നു? ജോർജൻസൺ വിശ്വസിക്കുന്നു. ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ഹോമോജീനിയസ് ഇൻപുട്സ്. അദ്ദേഹം വിശ്വസിക്കുകയാണ് ലേബറും ക്യാപിറ്റലിനോടൊപ്പം ലേബറും വേണമല്ലോ, ലേബറും ക്യാപിറ്റലും ഹോമോജീനിയസ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി സെയിം ആണ്, എല്ലാ കാലത്തും ഒരേ സെയിം പ്രൊഡക്ടിവിറ്റിയാണ്, ഐഡന്റിക്കൽ ആണ്, സെയിം പ്രൊഡക്ടിവിറ്റിയാണ് അല്ലേ. അങ്ങനെയുള്ള ഹോമോജീനിയസ് ഇൻപുട്സ് ആണ്. പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ് ഔട്ട്പുട്ട് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ഔട്ട്പുട്ടാണ് ഇത് രണ്ടും കൂടി, എല്ലാ കാലത്തും ഒരേ ടൈപ്പ് ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഇല്ല, ഹോമോജീനിയസ്. കാര്യം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രത്യേകതയാണ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരു പ്രത്യേകതയാണ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്. ആ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് ഈ ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഇൻപുട്സ് ആയ ലേബറും ക്യാപിറ്റലും ഹോമോജീനിയസ് ആണ്. എന്ന് വെച്ചാൽ സെയിം പ്രൊഡക്ടിവിറ്റിയാണ്, പ്രൊഡക്ടിവിറ്റിയിലൊന്നും സെയിം ഇല്ല. എല്ലാ ലേബേഴ്സിൻ്റെയും പ്രൊഡക്ടിവിറ്റി ഒരുപോലെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ എല്ലാം ഒരു മെഷീനറി കൊണ്ടുവന്നു, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി സെയിം തന്നെയാണ്. പുതിയ മെഷീനറി വീണ്ടും കൊണ്ടുവരുന്നു, വേറെണ്ണം കൊണ്ടുവരുന്നു, അതിൻ്റെയും പ്രൊഡക്ടിവിറ്റി സെയിം ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ഹോമോജീനിയസ് ഇൻപുട്സ്. ആ ഇൻപുട്സ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്. ഒരുപോലെ ഒരേ ടൈപ്പ് പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അടുത്ത് നോക്ക്. എക്സിസ്റ്റൻസ് ഓഫ് പുട്ടി ക്യാപിറ്റൽ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അസംഷനാണ് എക്സിസ്റ്റൻസ് ഓഫ് പുട്ടി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ടി ക്യാപിറ്റൽ ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത ഒരേ ടൈപ്പ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് പുട്ടി ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോസ്റ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസിയേഷൻ, ആ ഡിഫറൻസിയേഷൻ ഒന്നും എന്താണ് ബാധിക്കാത്ത തരത്തിലുള്ള ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് പുട്ടി ക്യാപിറ്റൽ. ക്ലിയർ ആയോ? അതാണ് പുട്ടി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെച്ചാൽ യാതൊരു തലത്തിലുമുള്ള മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എക്സോജിനസ് ഫാക്ടേഴ്സ് ഒന്നും ബാധിക്കാത്ത തരത്തിലുള്ള ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് പുട്ടി ക്യാപിറ്റൽ. അല്ലെങ്കിൽ നമുക്ക് യഥേഷ്ടം ചേഞ്ച് വരുത്താൻ പറ്റുന്ന ക്യാപിറ്റലിനെയാണ് പുട്ടി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും വേണമെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റാം എന്ന ക്യാപിറ്റലിനെയാണ് പുട്ടി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ളൊരു ക്യാപിറ്റലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ജോർജൻസൺ മോഡലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലേ. കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ എന്ന് വെച്ചാൽ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന സെയിം പ്രൊപ്പോർഷൻ തന്നെയാണ് ഔട്ട്പുട്ടിലും ഉണ്ടാകുന്നത്. കോൺസ്റ്റന്റ് ലോങ് റൺ പ്രൊഡക്ഷൻ തിയറിയിലാണ് അത് വരുന്നത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, അതായത് ഇൻപുട്സ് ചേഞ്ച് ചെയ്യുന്ന അതേ പ്രൊപ്പോർഷനിൽ ഏതും ചേഞ്ച് ചെയ്യുന്നു, ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്യുന്നു. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിന്റെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ജോർജൻസൺ മോഡൽ, നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അതിനകത്ത് നോട്ട് ചെയ്ത പോയിന്റ്സ്, ഞാൻ എടുത്തു പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് ഈ ജോർജൻസൺ മോഡൽ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞ് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് യാതൊരു ഫലവുമില്ല. എക്കണോമിക്സ് ഒന്നും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടാനേ പോകുന്നില്ല. അല്ല, നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് ഇവിടെ വാരി വലിച്ച് പഠിക്കാനൊന്നുമില്ല. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, അപ്പോൾ ഇനി നോക്ക്, ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പോവാം. ഫസ്റ്റ് വൺ, ദ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി ഓർ ഇൻകം ഈസ്. അപ്പോൾ ദ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി, നിലവിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻകം, ആ ഇൻകത്തിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, ബോത്ത് എ ആൻഡ് ബി.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് രണ്ടെണ്ണമാണ് പഠിച്ചത്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും എന്താണ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇക്കണോമിക് ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ എന്താണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല പറയുന്നത്, ഇൻഡിപെൻഡന്റ് ഓഫ് കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്? കറണ്ട് നിലവിലുള്ള ഇൻകവുമായിട്ട് ഇൻകത്തിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എക്സോജിനസ് ഫാക്ടേഴ്സിനാൽ സ്വാധീനിക്കപ്പെടുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആൻസർ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following types of investment is income inelastic? താഴെ തന്നിരിക്കുന്നതിൽ ഇൻകം ഇനിലാസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏത്? ഇൻകം ഇലാസ്റ്റിക് ആണ് ഉണ്ട്, ഇൻകം ഇനിലാസ്റ്റിക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു, നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വിച്ച് among the following type of investment is ഇൻകം ഇനിലാസ്റ്റിക് ആണ്. ഇൻകം ഇനിലാസ്റ്റിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇൻകത്തിനനുസരിച്ചല്ല ഇവിടെ ചേഞ്ച് വരുന്ന ഇൻവെസ്റ്റ്മെന്റിൽ. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, ഓപ്ഷൻ ബി ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഓൾ ഓഫ് ദി എബോവ്. ഏതാണ്ട് ഓപ്ഷൻ എ ആണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അതെന്ത്? ഇൻകം ഇനിലാസ്റ്റിക് ആണ്. കാരണം ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തല്ല, മറ്റ് എക്സോജനസ് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞതാണ്, എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് ഇൻകം ഇലാസ്റ്റിക് ആണ്. ഇവിടെ ഇൻകം ഇനിലാസ്റ്റിക് എന്നാണ് ചോദ്യം. ഓക്കെ. അടുത്ത നോക്ക്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, ഇൻവെസ്റ്റ്മെന്റ് ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആലോചിച്ച് നോക്കുക, ഇൻവെസ്റ്റ്മെന്റ് ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ പഠിച്ചോ? ഇൻവെസ്റ്റ്മെന്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അവിടെ തന്നെ നമ്മൾ മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് അല്ലേ ഇൻകറക്റ്റ് ആണ്. അടുത്ത നോക്ക്, സ്റ്റേറ്റ്മെന്റ് 2, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് അല്ലേ, മാർജിനൽ ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ, ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഇൻകം. അപ്പോൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ടു ചേഞ്ച് ഇൻ ഇൻകം. അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ, ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ടു ചേഞ്ചസ് ഇൻകം, അതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഫാൾസ് ആണ്. അപ്പോൾ നോക്കി, എ 1 and 2 ആർ ട്രൂ, തെറ്റാണ്. 1 is true and 2 is false. സ്റ്റേറ്റ്മെന്റ് 1 is true and 2 is false, അതും തെറ്റാണ്. 2 is true അല്ലേ, സ്റ്റേറ്റ്മെന്റ് 2 is true. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നോക്കാം ആൻസർ, 2 is true and 1 is false. അടുത്ത നോക്കി, the percentage of profit expected from a given investment on a capital asset is called. The percentage of profit നമ്മൾ പഠിച്ചു. percentage of profit expected നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തിൽ നിന്ന്? ഗിവൺ ഇൻവെസ്റ്റ്മെന്റ് ഓൺ എ ക്യാപിറ്റൽ അസറ്റ്, ഒരു ക്യാപിറ്റൽ അസറ്റിൽ ഉണ്ടാകുന്ന ഒരു നിശ്ചിത ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഒരു ഫേം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിനെ, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണോ? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആണോ? പെർസെന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ ആണോ? നൺ ഓഫ് ദി എബോവ്. ഏതാണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്, in the neoclassical theory of investment a firm maximizes its profit at neoclassical theory of investment ഒരു ഫേം അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഞാൻ പറഞ്ഞു വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. ഏതാണ്? when MPK is greater than user cost of capital, when MPK is less than user cost of capital, when MPK equals user cost of capital, both A and B. ഏതാണ് നിയോക്ലാസിക്കൽ തിയറിയിലെ ഫേം മാക്സിമൈസസ് പ്രോഫിറ്റ്, ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഏത് പോയിന്റിലാണ്? when MPK is അല്ലെ when MPK equals the user cost of capital. MPKയും യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആകുമ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. MPK is greater than user, MPK ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അവിടെ എന്താ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ ലീസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ when MPK equals യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. അടുത്ത നോക്ക്, ഐഡന്റിഫൈ ദ ബേസിക് അസംഷൻ ഓഫ് ദ നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസംഷൻ ഏതാണ്? ഏതിൽ? നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ ജോർജൻസൺ മോഡലിലെ പ്രധാനപ്പെട്ട അസംഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചല്ലേ ഉള്ളൂ. ഏതൊക്കെയാണോ? എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അസംഷൻ ആണോ? അല്ലേ, ആണ്. ഇപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അസംഷൻ ആണ്. പുട്ടി ക്യാപിറ്റൽ പഠിച്ചു, അസംഷൻ ആണ്.
കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അസംഷൻ ആണോ അല്ലേ? ആണ്. കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലും അസംഷൻ ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആൾ ഓഫ് ദി അബോവ് അല്ലെ, ഇതെല്ലാം എന്താണ്? എൻ്റെ അസംഷൻസ് ആണ്. ഇത് കൂടാതെ വേറെ അസംഷൻസ് പഠിച്ച് നോട്ട് ചെയ്തോണം, പഠിച്ചോണം. അടുത്ത നോക്ക്. when the rental cost of capital increases, അതായത് ആ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസൈഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ വിൽ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഫേമിന്റെ റെന്റൽ കോസ്റ്റ് അല്ലെങ്കിൽ യൂസർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് ജോർജൻസൺ മോഡൽ എന്താണ്? ഇൻക്രീസസ്, ഡിക്രീസസ്, കോൺസ്റ്റന്റ്, ലീനിയർ. എന്തായിരിക്കും ഇവിടെ? ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഓപ്ഷൻ ബി ആണ്, ഡിക്രീസസ്. ഓപ്ഷൻ ബി ഡിക്രീസസ്. റെന്റൽ കോസ്റ്റ് കൂടുകയാണെങ്കിൽ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ത് ചെയ്യും? കുറയുമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അക്കോർഡിംഗ് ടു ദ ജോർജൻസൺ മോഡൽ the investment is determined by the marginal product of capital. ജോർജൻസൺ മോഡൽ അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലും പിന്നെ എന്തുമായിട്ടാണ് ആ ഇൻവെസ്റ്റ്മെന്റിനെ സ്വാധീനിക്കുന്നത്? നമ്മൾ പഠിച്ചു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് മാർജിനൽ കോസ്റ്റ് ആണോ? അല്ല. ആവറേജ് കോസ്റ്റ് ആണോ? അല്ല. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ പഠിച്ചു, ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിച്ചു, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലെ ഒരു തിയറി പഠിച്ചു അല്ലേ, ജോർജൻസൺ മോഡൽ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. വേറെ 2 പ്രധാനപ്പെട്ട തിയറിയൂടെ വരുന്നുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.